കുടുംബശ്രീയുടെ പുതിയ എപ്പിസോഡിൽ പോളച്ചനിൽ നിന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ് രാജേശ്വരി. സത്യഭാമയുടെ വീടിന്റെ ആധാരം കൊണ്ടുവന്നിട്ടാണ് ശാലിനി പണവും സ്വർണവുമൊക്കെ വാങ്ങിക്കൊണ്ടു പോയതെന്ന് പോളച്ചൻ രാജേശ്വരിയോട് പറയുകയാണ്. ഇപ്പോൾ വന്നിട്ടുള്ള പ്രൊമോയിൽ കാണിക്കുന്നത് താനറിഞ്ഞ കാര്യങ്ങളൊക്കെ രാജേശ്വരി വീട്ടിൽ വന്ന ശേഷം സുസ്മിതയെ ഫോൺ ചെയ്ത് അറിയിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്, അത് കേട്ടാൽ നീ ഞെട്ടുമെന്ന് രാജേശ്വരി സുസ്മിതയോട് പറയുന്നു. അതിനുശേഷം കാര്യം പറയുകയാണ് രാജേശ്വരി. ശാലിനി സത്യഭാമയുടെ വീടിന്റെ ആധാരം പണയം വെച്ച് പോളച്ചന്റെ കയ്യിൽ നിന്നും സ്വർണവും പണവും വാങ്ങിയിരിക്കുകയാണെന്ന് രാജേശ്വരി പറയുന്നു. പക്ഷെ അത് കേട്ട് സുസ്മിത ഞെട്ടാത്തത് എന്താണെന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, ഞാൻ ഞെട്ടിയില്ല, കാരണം ഞാനല്ലേ അതിനുള്ള പണിയൊക്കെ ഒപ്പിച്ചു വച്ചത്. അതെങ്ങനെ നീ ചെയ്തു എന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, അവളുടെ വീടിന്റെ ആധാരം മാറ്റി പകരം ഭാമാൻജിയുടെ വീടിന്റെ ആധാരം വെച്ചത് ഞാനാണെന്ന് പറയുന്നു. അന്നേരം രാജേശ്വരി ചോദിക്കുകയാണ്, അവളുടെ വീടിന്റെ ആധാരമോ? അതെങ്ങനെ ശരിയാവും? അത് ഗോപാലേട്ടന്റെ പേരിലല്ലേ ഉള്ളത്. ആ പ്രമാണമോ ഇവിടത്തെ വീടിന്റെ അലമാരയിൽ ഭദ്രമായിട്ട് ഇരിക്കുകയല്ലേ. അന്നേരം ചിരിച്ച് സുസ്മിത പറയുകയാണ്, എങ്കിൽ കേട്ടോ, ചേച്ചിയുടെ വീടിന്റെ അലമാരയിൽ ഇപ്പോൾ ആ ആധാരം ഇല്ല. അത് കേട്ട് ആകെ അന്തം വിട്ട് എഴുന്നേൽക്കുകയാണ് രാജേശ്വരി. തുടർന്ന് പ്രൊമോയിൽ കാണിക്കുന്നത് രാജീവും ശാരികയും ഫോൺ ചെയ്യുകയാണ്. ശാരികയോട് രാജീവ് ചോദിക്കുകയാണ്, നമ്മുടെ കല്യാണത്തിന് എൻ്റെ അമ്മ നിങ്ങളോട് എന്തെങ്കിലും സ്വർണമോ പണമോ സ്ത്രീധനമായിട്ട് ആവശ്യപ്പെട്ടിരുന്നോ? അത് കേട്ട് ശാരിക മിണ്ടാതെ നിൽക്കുമ്പോൾ വീണ്ടും രാജീവ് ആ ചോദ്യം ചോദിക്കുകയാണ്. ശാരിക ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നു. ഇത്രയുമാണ് വന്നിട്ടുള്ള പ്രൊമോയിൽ കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു.